കഴിഞ്ഞ ആഴ്ച ബാങ്ക് അക്കൗണ്ടിൽ നല്ല തുകയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അതൊക്കെ കാലിയായിരിക്കുന്നു. വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ല, വലിയ ബില്ലുകളും വന്നിട്ടില്ല. കാശ് മുഴുവൻ എങ്ങോട്ട് പോയി? ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലെ പണം നമ്മൾ അറിയാതെ മിസ്സാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വലിയ ചെലവുകളിലൂടെ ആവില്ല, ചെറിയ ആവർത്തിച്ചുള്ള ചെലവുകളിലൂടെയാണ് നമുക്ക് ഓരോ തവണയും പണം നഷ്ടപ്പെടുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്ന ഈ ചെലവുകൾ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ വളരെ വലുതാകുന്നതായി കാണാം. ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉപയോഗിക്കാത്ത സബ്സ്ക്രിപ്ഷനുകളും ഓട്ടോ റിന്യൂവലുകളും ചെക്ക് ചെയ്യാവുന്നതാണ്. സ്ട്രീമിംഗ് സേവനങ്ങൾ, അധിക OTT പ്ലാറ്റ്ഫോമുകൾ, ജിം മെമ്പർഷിപ്പ്, പണമടച്ചുള്ള ആപ്പുകൾ, ഓൺലൈൻ ടൂളുകൾ, ഡിജിറ്റൽ മാഗസിനുകൾ എന്നിവയിൽ പലതും നിങ്ങൾ ഉപയോഗിക്കാത്തവയായിരിക്കും. ഈ സേവനങ്ങൾ ഓട്ടോമാറ്റിക്കായി പുതുക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ പണം നൽകിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും ഈ തുകകൾ വളരെ ചെറുതായി തോന്നാം. ചിലതിൽ 199, മറ്റു ചിലതിൽ 299 എന്നതൊക്കെയായിരിക്കും കണക്ക്. പക്ഷെ പല സബ്സ്ക്രിപ്ഷനുകളും മാസങ്ങളോളം കൂട്ടി നോക്കിയാൽ അത് വലിയൊരു ചെലവാണെന്ന് കാണാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കുക. ഓരോ സബ്സ്ക്രിപ്ഷനുകളും ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ശരിക്കും ആവശ്യമായിട്ടുള്ളത് എന്ന് ലിസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവ ഒഴിവാക്കുക. മടി കാരണമുള്ള ചെലവുകളും ഫുഡ് ഡെലിവറിയും ഒക്കെ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. ഒരു തവണ ഫുഡ് ഓർഡർ ചെയ്തതുകൊണ്ട് വലിയ നഷ്ടമുണ്ടെന്ന് തോന്നിയേക്കില്ല. പക്ഷേ ഇത് ആഴ്ചയിൽ പലതവണ ചെയ്യുമ്പോൾ ഡെലിവറി ചാർജുകൾ, പാക്കേജിംഗ് ഫീസുകൾ, വില വർധനവ് എന്നിവയെല്ലാം ചേർന്ന് ആയിരക്കണക്കിന് രൂപയാണ് നഷ്ടം വരിക. പറ്റുമെങ്കിൽ വീട്ടിൽ പാചകം ചെയ്യുന്നത് നല്ലതാണ്. പൂർണ്ണമായും ഓർഡർ ചെയ്യുന്നത് നിർത്തുന്നതിന് പകരം ആഴ്ചയിൽ 2 തവണ മാത്രം അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ മാത്രം ഓർഡർ ചെയ്യുന്ന രീതി കൊണ്ടുവരിക. ഒറ്റ മാസം കൊണ്ട് തന്നെ ചെലവിൽ വരുന്ന വലിയ മാറ്റം കാണാൻ സാധിക്കും. സഡൻ ഷോപ്പിംഗും ഓൺലൈൻ ഓഫറുകളും ഇതുപോലെ തന്നെ പണം കളയുന്നവയാണ്. ഫ്ലാഷ് സെയിലുകൾ, ലിമിറ്റഡ് ടൈം ഓഫറുകൾ എന്നിവയെല്ലാം പെട്ടെന്നുള്ള ഷോപ്പിങ്ങിന് പ്രേരിപ്പിക്കുന്നവയാണ്. നിങ്ങൾക്കൊരു വലിയ ഡീൽ കിട്ടിയതായി പലപ്പോഴും ഇത്തരം ഓഫറുകൾ കിട്ടുമ്പോൾ തോന്നാം. പക്ഷെ വാങ്ങിയ പല സാധനങ്ങളും ദിവസങ്ങൾക്ക് ശേഷം ഉപയോഗിക്കാതെ കിടക്കുകയോ മറന്നു പോവുകയോ ചെയ്യുമെന്നതാണ് സത്യം. വസ്ത്രങ്ങൾ, ഗാഡ്ജറ്റുകൾ, ആക്സസറികൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ പെട്ടെന്നുള്ള ഓഫറുകൾ വഴി വാങ്ങുന്നത് നിങ്ങളുടെ സമ്പാദ്യം പതിയെ ചോർത്തിക്കളയും. പ്രത്യേകിച്ച് ഫോണിൽ ഷോപ്പിംഗ് ഒരു ടാപ്പ് അകലെയായിരിക്കുമ്പോൾ സ്വാഭാവികമായും പ്രലോഭനം കൂടും. അത്യാവശ്യമല്ലാത്ത എന്തും വാങ്ങുന്നതിന് മുമ്പ് 24 മണിക്കൂർ കാത്തിരിക്കുക എന്നതാണ് ഈ ശീലം കുറയ്ക്കാൻ ചെയ്യേണ്ട കാര്യം. ഒരു ദിവസത്തിന് ശേഷവും നിങ്ങൾക്കത് വേണമെന്ന് തോന്നിയാൽ വാങ്ങുക. പലപ്പോഴും ആ ഷോപ്പിംഗ് അനാവശ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയും പണം ലാഭിക്കുകയും ചെയ്യാനാണ് സാധ്യത. അതുപോലെ ഹിഡൻ ബാങ്ക് കാർഡ് ഫീസുകൾ നൽകുന്നത് വഴിയും പണം നഷ്ടപ്പെടാം. ATM ഫീസുകൾ, അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജുകൾ, വൈകിയുള്ള പേയ്മെന്റ് ഫൈനുകൾ, ക്രെഡിറ്റ് കാർഡ് പലിശ എന്നിവയൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടും. ഇവ നമുക്ക് വലിയൊരു ചെലവായി തോന്നില്ല, പക്ഷെ അക്കൗണ്ടിൽ നിന്ന് കുറച്ചാണെങ്കിലും പണം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ വൈകി അടയ്ക്കുന്നത്, നെറ്റ്വർക്കിന് പുറത്തുള്ള ATMകളിൽ നിന്ന് ഇടയ്ക്കിടെ പണം എടുക്കുന്നത്, അല്ലെങ്കിൽ ഉയർന്ന ചാർജുകളുള്ള അക്കൗണ്ടുകൾ നിലനിർത്തുന്നത് എന്നിവ കാലക്രമേണ നിങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തും. ബജറ്റ് ഇല്ലാത്തതും ചെലവുകൾ ട്രാക്ക് ചെയ്യാത്തതും പണം നഷ്ടപ്പെടുത്തും എന്നുകൂടി ഓർക്കുക. ഓരോ മാസവും ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, സമ്പാദ്യം എന്നിവയ്ക്കായി എത്ര പണം മാറ്റിവെക്കണമെന്ന് തീരുമാനിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പണം കൈകാര്യം ചെയ്യുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഗുണം ചെയ്യുമെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, മറുപടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.